ഒരു ദിവസം ഒരു നന്മ. അതിൽ ഒന്നിപ്പോൾ നമ്മുടെ വീട്ടിലെ പിന്നെ പക്ഷികൾക്കും നായക്കും പൂച്ചക്കൊക്കെ നമുക്കൊരു പാത്രം വെള്ളം വെച്ച് കൊടുക്കാം പുറത്ത്. ഒരു നന്മയായിക്കോട്ടെ. നാളെ അത് വറ്റും. അതായത് അവർ കുടിച്ചിട്ടൊന്നുമല്ല, ഈ ചൂട് കൊണ്ട് എന്ത് ചെയ്യും, അത് വറ്റും. നിങ്ങൾ നാളെ എന്ത് ചെയ്യണം, അതിനെ ഫില്ല് ചെയ്യണം. ഇന്ന് നിങ്ങൾ ബസ്സിൽ കയറി പോവാണ്. ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് ഏജിൽ ഒരു MGM കാരിയുണ്ട്. അവരിറങ്ങുന്ന സമയത്ത് ഞാൻ ഇന്ന് അവരുടെ കൈ പിടിച്ചു. ഒരു ഹെൽപ്പ്. വലിയ സംഭവമാണോ? വീട്ടിൽ ഒരുപാട് ഇഷ്ടംപോലെ വെള്ളമുള്ള കൂട്ടത്തിൽ ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം എടുത്ത് വെക്കുക, ചെറിയ കാര്യം. ഒരാളുടെ കൈ പിടിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ നിങ്ങൾ ഓർക്കുന്നേ ഇല്ല. ഞാൻ ഒരു പ്രാവശ്യം ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരാൾക്ക് ബുദ്ധിമുട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൈ പിടിച്ചിട്ട്. നാളെ നിങ്ങൾ ചെയ്യുന്ന നന്മ, അടുത്ത ദിവസം നിങ്ങൾ ചെയ്യുന്ന നന്മ, ബസ്സിൻ്റെ സീറ്റിൽ ഇരിക്കാൻ സീറ്റില്ലാതെ ബുദ്ധിമുട്ടിയുന്ന ഒരാൾക്ക് ഞാൻ കുറച്ചൊന്ന് നീങ്ങിക്കൊടുത്തു, അല്പം ഒന്ന് നീങ്ങിക്കൊടുത്തു. അയാളിരുന്നു. എന്ത് ചെയ്തു? ഉടനെ പഠിച്ചവൻ ഓഫർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനൊരു ആൻസർ പഠിച്ചവൻ ചേർത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് അള്ളാഹു ജീവിതത്തിൽ വിശാലത ചെയ്യരുത്. നിങ്ങൾ മൂന്നാമത്തെ നന്മ ചെയ്തു. ഇങ്ങനെ സാവധാനം ഒരു നന്മ ഏറ്റവും കുറഞ്ഞത്. നിങ്ങളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ വളരെ നല്ലതാണ്. നിങ്ങളുടെ ഒരു സുഹൃത്ത് വന്ന് നിങ്ങൾ മടിയിൽ കയറ്റിയിരുത്തു. ഞാൻ പറഞ്ഞത് അതല്ല. നിങ്ങളുടെ ടീച്ചേഴ്സ് വന്നാൽ കാണാറുണ്ട്, ഇപ്പം നീങ്ങിക്കൊടുക്കാറില്ല. നിങ്ങളുടെ ചങ്കായ സുഹൃത്ത് വന്ന് എന്ത് ചെയ്യും, മടിയിൽ പിടിച്ചിരുത്തും ബസ്സിലൊക്കെ. പക്ഷെ നിങ്ങളുടെ ടീച്ചേഴ്സ് വന്നാൽ നിങ്ങൾ നീങ്ങിക്കൊടുക്കാറില്ല. നിങ്ങൾ പ്രായമുള്ള ആൾക്കാരെ കണ്ടാൽ നീങ്ങിക്കൊടുക്കാറില്ല. നിങ്ങൾ ഗർഭിണികളെ കണ്ടാൽ പരിഗണിക്കാറില്ല. ഇതെന്തോ നിങ്ങൾ പറഞ്ഞ ഈ മലപ്പുറം വെസ്റ്റിലെ മോറൽ ഹട്ടിൽ പങ്കെടുത്ത കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നല്ല കേട്ടോ. ദിവസവും ഇങ്ങനെയുള്ള കുട്ടികളെ ക്ലാസ്സിൽ പോകുന്ന ഒരാളായതുകൊണ്ട് ദിവസം ഇങ്ങനെയുള്ള കുട്ടികളെ ബസ്സിൽ കാണുന്നവർ മിക്ക കുട്ടികളും മൈൻഡ് ചെയ്യൂല. അതായത് ഇരുന്ന സീറ്റ് നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ട് മൈൻഡ് ചെയ്യില്ല. ഓരോ ദിവസവും ഒരു നന്മ. ആ നന്മ നിങ്ങൾ ഓരോന്ന് ചെയ്യുന്നത് ഒരു മാസം കഴിഞ്ഞാൽ ഒരു ദിവസം 5-6 നന്മ ഉണ്ടായിട്ടുണ്ടാകും. ഇങ്ങനെ പോയി നിങ്ങളുടെ ലൈഫ് മുഴുവൻ എന്തായി മാറും, കുഞ്ഞു നന്മകളായി മാറൂലേ. നിങ്ങൾ പോകുന്ന വഴിക്ക് ഒരു പൈപ്പിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഉറ്റി പോവാണ്. ആ ടാപ്പ് ആരോ ശരിക്കും അടച്ചിട്ടില്ല. നിങ്ങൾ ഹോട്ടലിലൊക്കെ കയറിയിട്ട് അവിടുന്ന് വെള്ളം പോകുമ്പോൾ ചില ആൾക്കാർ അതൊന്നും നമുക്ക് ശ്രദ്ധിക്കേണ്ട, അത് നമ്മളുടെ ഇതിൽ പെട്ടതല്ല. ആരോ ശരിക്കും അത് ടാപ്പ് പൂട്ടാതെ പോയിട്ട് വെള്ളം ഊറ്റിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്തേ ചെയ്യണ്ടു, ഒന്ന് ചെറുതായിട്ടല്ലേ, വലിയ പണിയുണ്ടോ ഇല്ല, ചെറുതായിട്ടൊന്നും അങ്ങോട്ടാകുമ്പോൾ ആ വെള്ളം ഊറ്റുന്നത് സ്റ്റോപ്പായി. കുഞ്ഞു നന്മ. ഇങ്ങനെയുള്ള കുഞ്ഞു നന്മ നിങ്ങൾക്ക് ഈ 10-17 വയസ്സുള്ള മക്കള് ഒരു 10 കൊല്ലം പിന്നിടുമ്പോഴത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ഉഹുദ് മലയോളമാകും. നിങ്ങളുടെ നന്മ എന്താകും? ഉഹുദ് മലയോളം. കുഞ്ഞു നന്മ കൊണ്ട് നിങ്ങൾ സാമൂഹ്യ സേവന രംഗത്ത് തുടക്കം കുറിച്ചിരിക്കുന്നു.